ഹലോ എവരിവൺ, ഐ ആം കരുണാകരൻ. എനിക്ക് റാങ്ക് 4000 ആണ്. റാങ്ക് പഠിച്ച പ്രകാരം ഏകദേശം അതായിരിക്കും എനിക്ക് കിട്ടുക. ഞാൻ അത് എനിക്ക് കിട്ടാൻ സാധ്യതയുള്ള കോളേജ് നോക്കിയ സമയത്ത് ഒന്ന് CET-യിലാണെങ്കിൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രത്താണെങ്കിൽ എനിക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കിട്ടും. ഇനി അതല്ല കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് തന്നെ എനിക്ക് വേണം എന്ന് ഞാൻ ഉറപ്പിക്കുകയാണെങ്കിൽ എനിക്ക് കിട്ടാൻ സാധ്യതയുള്ള രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആണ്. ഞാൻ ഏത് പ്രിഫർ ചെയ്യണം? CET വേണോ രാജഗിരി വേണോ? ഒരു വിദ്യാർത്ഥിയുടെ ചോദ്യമാണ്. ഞാൻ ഉത്തരം അതിന് വ്യക്തമാക്കുന്നതിന് മുമ്പേ ഒരു വാട്സപ്പ് ബോട്ടിൽ ശ്രദ്ധിച്ചോളൂ, ഒന്നുകൂടെ കാണിക്കാം. നിങ്ങളുടെ വാട്സപ്പ് കീമുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിച്ച് നിങ്ങൾ ഒരുപാട് സെർച്ച് ചെയ്ത് സമയം നഷ്ടപ്പെടുത്താണ്ട് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല കാര്യങ്ങൾ എളുപ്പത്തിൽ കണ്ടെത്താൻ പറ്റും. അതുകൊണ്ടാണ് ഞാനിത് കാണിക്കുന്നത്. കീമുമായി ബന്ധപ്പെട്ട ഒരു ഉദാഹരണം നോക്കിക്കൊള്ളൂ. ടോപ്പ് കോളേജുകൾ ഏതെല്ലാമാണ്, ഓരോ കോളേജിലും ഏത് റാങ്ക് വരെയാണ് കുട്ടികളെ എടുത്തത്, ഇമ്പോർട്ടൻസ് ഓഫ് ബ്രാഞ്ചസ്, ഇങ്ങനെ മറ്റ് പല കാര്യങ്ങളും അറിയാൻ വേണ്ടി ഇത് എളുപ്പത്തിൽ കാണാൻ വേണ്ടി മനസ്സിലാക്കാൻ വേണ്ടി ഇത് ഉപയോഗപ്പെടുത്താം. ഐ വിൽ ഷെയർ ഇറ്റ് വിത്ത് യു. ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും, അവിടെ നോക്കിക്കൊള്ളൂ. ഇനി നൗ ബാക്ക് ടു യുവർ ക്വസ്റ്റ്യൻ. 4000 റാങ്ക് കോളേജ് CET-യിൽ മെക്കാനിക്കൽ വേണോ അല്ലെങ്കിൽ രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗിൽ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് വേണോ? ഇതാണ് ചോദ്യം. മകളെ, കാലം മാറി. ഒരു കാര്യം മനസ്സിലാക്കുക, പ്ലേസ്മെൻറ്റ് കിട്ടേണ്ടത്, ജോലി കിട്ടേണ്ടത് പഠിക്കുന്ന കാലത്ത് തന്നെയാണ്. ഫൈനൽ ഇയർ പഠിക്കുമ്പോഴത്തേക്ക് കമ്പനികളുടെ പ്ലേസ്മെൻറ്റ് ഓർഡർ, ജോലി അപ്പോയിൻറ്റ്മെൻറ്റ് ലെറ്റർ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. നേരത്തെ നിങ്ങളുടെ സീനിയേഴ്സൊക്കെ പാരൻസൊക്കെ പഠിച്ച കാലത്ത് അങ്ങനെയായിരുന്നില്ല. പഠിപ്പെല്ലാം കഴിഞ്ഞിട്ടാണ് ജോലിക്ക് ശ്രമിക്കുക. ഇപ്പോഴതല്ല. കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങുമ്പോഴേക്ക് ജോലി കിട്ടിയിരിക്കണം. പഠിച്ചിറങ്ങുമ്പോഴേക്ക് ജോലി കിട്ടിയിട്ടില്ലെങ്കിൽ കോളേജിന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ജോലി കിട്ടാനുള്ള സാധ്യത ഓൺലി 30%. ജോലിയില്ലാത്ത തേതേപ്പര നടക്കുന്ന എഞ്ചിനീയർമാരെന്ന് പറയുന്ന അവരാണ്. ക്യാമ്പസിൽ നിന്ന് ജോലി കിട്ടാത്തവരാണ്. അവർക്ക് പിന്നെ കിട്ടാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. അപ്പോൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ജോലി വേണം നിർബന്ധമാണ് ക്യാമ്പസിൽ നിന്ന് കിട്ടേണ്ടത് അല്ലേ? കഴിഞ്ഞ കുറേ വർഷങ്ങളായി ജോലി കിട്ടുന്നത് മുഴുവൻ കമ്പ്യൂട്ടർ മേഖലയിലാണ്. കുറേ വർഷങ്ങളായിട്ട് അവിടെയാണ് ജോലി മുഴുവൻ കിടക്കുന്നത്. അപ്പോൾ ക്യാമ്പസിൽ തന്നെ ജോലി കിട്ടുന്നുണ്ട്. 90% ജോലിയും കമ്പനികൾ കോളേജിൽ വന്നിട്ട് എടുക്കുന്നത് സോഫ്റ്റ്വെയർ കമ്പനികളിലേക്കാണ്. സിംഹഭാഗവും കമ്പ്യൂട്ടർ സയൻസുകാരെയാണ് ഇവിടെ എടുക്കുന്നത്. അതുകൊണ്ടാണ് കമ്പ്യൂട്ടർ സയൻസ് മേഖലയിലേക്ക് ഇത്ര റഷ് വരുന്നത്. ആദ്യം അവർ റിക്രൂട്ട് ചെയ്യുന്നത് കമ്പ്യൂട്ടർ സയൻസ് ബ്രാഞ്ചുകാരുണ്ടോ എന്നാണ് നോക്കുക. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, നിങ്ങൾ ചോദിച്ച മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സാധ്യതകളെപ്പറ്റി നല്ല ബ്രാഞ്ചാണ്. അറിഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ ചേരുകയാണെങ്കിൽ ഉയരങ്ങൾ കീഴടക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷേ വ്യക്തമായ ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ, അറിയാമെങ്കിൽ മാത്രമേ ആ ബ്രാഞ്ച് എടുക്കാൻ പാടുള്ളൂ. ഇറ്റ് ഈസ് ആൻ എവർ ഗ്രീൻ ബ്രാഞ്ച്. പക്ഷേ അറിഞ്ഞ് മാത്രമേ ചേരാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ജോലി കിട്ടാതെ ഇങ്ങനെ നടക്കേണ്ടി വരും. ഇപ്പോൾ കോർ കമ്പനികൾ, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം അല്ലെങ്കിൽ GC തൃശ്ശൂരിൽ, ഇതൊന്നും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ കോർ കമ്പനികൾ അവിടെ പോലും എത്തുന്നില്ല ക്യാമ്പസ് പ്ലേസ്മെൻറ്റിന്. വളരെ കുറച്ച് കമ്പനികൾക്ക് മാത്രമേ ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റിന് കോർ ബ്രാഞ്ചസ് മെക്കാനിക്കലായിട്ടുള്ള ജോലിക്ക് വേണ്ടിയിട്ട് തന്നെ എടുക്കാൻ വരുന്നുള്ളൂ. അതുകൊണ്ട് ബാക്കിയുള്ള കുട്ടികൾ മുഴുവൻ ചേക്കേറുന്നത് കമ്പ്യൂട്ടർ സയൻസിലേക്കാണ്. ഫസ്റ്റ് ഇയർ ചേരുമ്പോൾ തന്നെ അവരൊരു കാര്യം മനസ്സിലാക്കും, ജോലി മുഴുവൻ കിടക്കുന്നത് കമ്പ്യൂട്ടർ സയൻസ് മേഖലയിലാണെന്ന് മനസ്സിലാക്കും. അപ്പോൾ അവർ ചെയ്യുക എന്താണെന്ന് വെച്ചാൽ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ട്രിപ്പിൾ എല്ലാവരും ചെയ്യുന്നത് എന്താ ചെയ്യുന്നത് വെച്ചാൽ അവർ എങ്ങനെയാണ് ജോലി കിട്ടുന്നതെന്ന് മനസ്സിലാക്കി അവർ പഠന ഭാഗത്ത് അവരുടെ സബ്ജക്റ്റ് പഠിക്കുന്നതോടൊപ്പം തന്നെ കോഡിങ്ങും കൂടെ പഠിക്കാൻ പുറത്തു പോയി പഠിക്കും. എന്നിട്ട് കമ്പ്യൂട്ടർകാരുടെ ജോലിക്ക് വേണ്ടി അവരും കൂടി അപ്ലൈ ചെയ്യും. അങ്ങനെയാണ് അവർ ജോലിക്ക് കയറുന്നത്. കമ്പ്യൂട്ടർ സയൻസാണ് എടുക്കുന്നതിന് അങ്ങനെ ആ ഒരു വിഷമമില്ല. കോഡിങ്ങൊക്കെ നിങ്ങൾ തന്നെ പഠിക്കുന്നുണ്ട്. വരുന്ന കമ്പനികളും ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുക കമ്പ്യൂട്ടർ സയൻസ് മേഖലയിൽ നിന്ന് എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിൽ പഠിക്കുന്നവരാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇതേ ഉള്ളൂ. ജോലി സാധ്യത, ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് ഏറ്റവും കൂടുതലുള്ളത് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് മേഖലയിലാണ്. അതുകൊണ്ട് കമ്പ്യൂട്ടർ സയൻസ് മേഖലയിൽ എഞ്ചിനീയറിംഗ് CSE എടുക്കുക, ഇല്ലെങ്കിൽ അതുമായിട്ടുള്ള റിലേറ്റഡ് ബ്രാഞ്ചസ് എടുത്ത് പഠിക്കുക. പിന്നെ പ്ലേസ്മെൻറ്റ് ഉറപ്പാക്കുക. നേരത്തെ ഫസ്റ്റ് ചോദിച്ച ചോദ്യത്തിന് ഇതാണ്, നിങ്ങൾ 4000 റാങ്കുകാരനെ എടുക്കേണ്ടത് രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗിലെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആണ് എടുക്കേണ്ടത്. ജോലി നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റും. താങ്ക് യു ഫ്രണ്ട്സ്. സി യു അഗെയിൻ.